അപ്പോൾ അതേ നമ്മൾ കലൂരെത്തി. നല്ല ചൂടാട്ടോ ശരിക്കും പറയാം. അപ്പോൾ എക്സിബിഷൻ്റെ ഒരു ടിക്കറ്റിന് 50 രൂപ എന്നുള്ള നിരക്കാണ്. കുട്ടികൾക്ക് ഫ്രീ ആണ്. 6 പേര് നമ്മൾ ടിക്കറ്റ് ഉണ്ട് ഒപ്പം. അപ്പോൾ 6 പേരായിട്ട് നമ്മൾ അകത്തിട്ട് കയറുവാണ്. ഇനി ശേഷം കാഴ്ച നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കാണാം. എക്സ്പോയിലേക്ക് കയറി. ബിസിനസ് വാനോളം വളർത്താം. അപ്പോൾ എന്തായാലും നല്ലൊരു തിരക്കുള്ള സ്ഥലമാട്ടോ. അപ്പോൾ നമുക്ക് പതിയെ കാഴ്ചകളൊക്കെ കാണാം. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തയ്യൽ മെഷീനുകളാണ്. നമ്മൾ ഡിസൈനൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രിന്റ് ചെയ്ത് വരും. ഡീറ്റെയിൽസ് ആയിട്ടില്ല, അവരുടെ ഒരു പ്രൊമോ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ കണ്ടോ, ഇതേപോലെ ബോക്സും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ള മെഷീനാണ് ഇതെല്ലാം. നമുക്കൊരു സാമ്പിൾ തന്നിട്ടുണ്ട്. എന്തായാലും ഇത് കൊള്ളാം കേട്ടോ, നല്ല പ്രിൻ്റാണ്. ഇതൊക്കെ അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഡ്രയേഴ്സിൻ്റെ സെക്ഷനാണ് ഇവിടെ. ഇത് അഗ്രി ഡ്രയറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചതാണ്. ഒരു വലിയ ഒരു ചേമ്പറിൽ നമുക്ക് മെറ്റീരിയൽസ്, നമ്മുടെ കാർഷികേതര ഉൽപ്പന്നങ്ങളെല്ലാം ഉണക്കാൻ പറ്റുന്ന ടൈപ്പുള്ളൊരു മെഷീനാണ്. ഈ കൃഷിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയോജനപ്പെടുന്ന ടൈപ്പുള്ളൊരു വസ്തുവാണ് ഈ കാണുന്നത്. ഇതൊക്കെ ക്ലിൻറ്റൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ എയർ ചില്ലറാണ്. അപ്പോൾ ഇതാണ് ഈ വലിയ ഇവൻറ്റുകൾക്കൊക്കെ നമ്മൾ കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല കൂളാവുന്നുണ്ട്. എന്തായാലും 91,000 പ്ലസ് ടാക്സാണ്. ഭക്ഷണം വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ചെയർക്കട്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർ കിടക്കുന്ന അതുപോലെ ഇതുപോലെ ചെയറാക്കാം. ഇതുണ്ടോ, അതിൽ തന്നെ അപ്പീടാം, മൂത്രം ഒഴിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒരെണ്ണം വേണമെങ്കിൽ മേടിച്ചു വെച്ചു. അതെ, മേടിച്ചു വെക്കണം. ആവശ്യം വരും. മിക്കവാറും മക്കൾ നോക്കൂല. പ്രിൻസെറ്റിൻ്റെ അപ്പോൾ ഇത് ഈ ബോട്ടിൽ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മെറ്റീരിയലുകളെല്ലാം പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനങ്ങൾ പ്രിൻ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്, ഈ നമ്മുടെ ജ്യൂസുകൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണ ഒരു മെഷീൻ കാണാനിടയായി. അതാണ് ഈ കാണുന്നത്. അതിൽ നല്ല രസമുണ്ട് പരിപാടി. ഒരു പുതിയ ടൈപ്പ് ഇൻവേർട്ടറിൻ്റെ ഒരു സെക്ഷനാണ്. ബാറ്ററി പ്ലാസ്റ്റിക് ഈ കസേരയൊക്കെ പൊട്ടിപ്പോയാൽ വേണ്ടിയാവും അല്ലേ? ഇതൊക്കെ പ്ലാസ്റ്റിക് വെൽഡിംഗ് മെഷീൻസാണ് ഇതെല്ലാം. ഇതാണ് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബർണറും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നോർമലി ഉള്ള ബർണറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വലിയ മെഷീൻ വരുന്നത് 22,500, ചെറുതിന് വരുന്നത് 21,500. അതൊക്കെയാണ് ഇവിടുത്തെ പ്രൈസ്. സമയം നല്ല തിരക്കുള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും ചിലതിൽ പറയാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. എല്ലാം ത്രൂ ഔട്ടായിട്ട് കവർ ആകുന്നില്ല, കാര്യം അത്ര തിരക്കുണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാത്തിനും അറ്റൻഷൻ തരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ എക്സ്പോ വന്നിട്ട് 18-ാം തീയതി വരെ ഉണ്ട് ഈ മാസം. അപ്പോൾ ഇന്നിപ്പോൾ 16 ആയി. നാളെ കഴിഞ്ഞ് അങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തായിരുന്നു, വാക്യൂം ക്ലീനർ അല്ലേ? ഹെവി ഇൻഡസ്ട്രിയൽ ഇതിൻ്റെ എങ്ങനെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മുതൽ 20-25 രൂപ തൊട്ട് ഒരു 65-1 crore വരെയുള്ള മെഷീൻസ്.
അപ്പോൾ ഇത് നമ്മൾ ഈ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ മെഷീൻ ഇത് 5 lakh 5 lakh മെഷീൻ അല്ലേ? അപ്പോൾ ഇതൊക്കെ എയർപോർട്ടുകളിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ മെഷീൻ്റെയൊക്കെ വില ഏകദേശം 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ കാണുന്ന QR കോഡ് റീഡറിൽ നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇത് വെളിച്ചെണ്ണ ആട്ടുന്ന മെഷീനല്ലേ? ഇതെന്താ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണോ? ഓക്കെ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന ടീംസ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് നല്ല ഫൈനായിട്ട് ഈ കൊപ്രയും കാര്യങ്ങളൊക്കെ നല്ല ഉണക്കി പൊടിച്ചെടുത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ആക്കി എടുക്കുന്ന ടൈപ്പ് മെഷീന്. ഇത് എള്ള് എണ്ണ ഉണ്ടാക്കുന്ന ടൈപ്പുള്ള മെഷീനാണ്. ഇപ്പോൾ എള്ള് അവരതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടു. അതിനുശേഷം ഇവിടെ എള്ള് വരുന്നുണ്ട്. അതായത് യൂസ് ആയേക്കുന്ന ഭാഗത്തിൻ്റെ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ വരുന്നത് ഈ സൈഡിലാണ് ഓയിൽ വരുന്നത്. അവരതൊരു പാത്രത്തിൽ കണക്ട് ചെയ്യുക. ഈ മെഷീൻ വന്നിട്ട് എന്താ കോസ്റ്റ്? ഇതിന് 15 രൂപയുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചെറിയ മെഷീനാണ് നമ്മളുടെ മുന്നിൽ. ഹാൻഡ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് മാർക്കറ്റിലും ഇങ്ങനെ ടൈപ്പ് ഒരു മെഷീൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അവർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ കാണുന്ന മെഷീന് 7 ലക്ഷം രൂപയാണ് വില. അതൊരു ക്ലീനിങ് മെഷീനാണ്, റോഡ്സിൻ്റെ. അപ്പോൾ ഇതിൽ ഈ നമ്മുടെ റോഡ്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് കോമ്പൗണ്ടുകൾ, പാവമെൻ്റ് ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ചെറിയ മെഷീനറീസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. ഞാൻ ആ ലക്കി ഡ്രോയിൽ എൻ്റെ പേരും നമ്പറൊക്കെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ സ്റ്റീൽ ഡോർസാണ്. എന്തായാലും നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. പെട്ര എന്നാണ് അവരുടെ ഈ ഇന്നോവേഷൻ്റെ പേര്. വന്നപ്പോഴത്തേക്കും കണ്ടൊരു മെഷീനാണ് കേട്ടോ. ഈ സെല്ലോ ടേപ്പ് പ്ലാസ്റ്റേഴ്സും പിന്നെ സീലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ. ഇത് ലാർജ് സ്കെയിലിൽ ഇടിയപ്പവും അങ്ങനെയുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന അച്ചു വെച്ച് കൊടുത്ത് ഉണ്ടാക്കുന്ന ടൈപ്പ് മെഷീനാണ്. പിന്നെ കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞൊരു മെഷീനാണ് നമുക്ക് നേരെ ഇരിക്കുന്നത്. ഇവരുടെ ഫങ്ഷനിങ് കണ്ടിട്ട് കുറച്ചുകൂടി എനിക്ക് കൗതുകം തോന്നി. ഭയങ്കര ഒരു വലിയ പരിപാടിയാണ്. കാര്യം എനിക്ക് തോന്നുന്നത് മിൽമേഡ് എന്തോ പ്ലാന്റോ അങ്ങനെ എന്തോ ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ മെഷീനറീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് മേടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരധികം ബോധർ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു നമ്മളിപ്പോൾ മെഷീൻസൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻസാണ്. അതായത് പരിപ്പൊടി, കറി മസാല, പാല്, അല്ലെങ്കിൽ ചിപ്സ്, സിപ്പപ്പ്, പിന്നെ ഈ മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ കപ്പലിന് മിഠായി, ചോക്കോബാർ പോലത്തെ ഐറ്റംസൊക്കെ പാക്ക് ചെയ്യുന്ന ഫൈനൽ പ്രൊഡക്റ്റിനെ പാക്ക് ചെയ്യുന്ന മെഷീൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാട്ടോ ഈ കപ്പലിൻ്റെ മിഠായി, ചോക്കോബാർ, സോപ്പുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പാക്കിങ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ പറയുന്നത്. ഇതാണ് ഈ സിപ്പപ്പൊക്കെ പാക്ക് ചെയ്യുന്ന ടൈപ്പ് മെഷീന്. പാക്കിംഗ് മെഷീനാണ്. ഇതൊക്കെ നമ്മൾ അവിടെ തന്നെ കണ്ട മെഷീനറീസിൻ്റെ മറ്റ് ടൈപ്പ് ഓഫ് മെഷീനറീസ് ആട്ടോ. സെംപാക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടിയൊക്കെ, ഡിസ്ട്രിബ്യൂഷനല്ല. ആസ് യൂഷ്വൽ ഒരു പവർ ടൂൾ ഷോപ്പാണ്. അപ്പോൾ ആ കാണുന്ന ഒരൊറ്റ മെഷീൻ 64 ലോഫ് ഓഫ് ബ്രെഡ് വയ്ക്കാൻ പറ്റുന്ന 64 ബ്രെഡ് ബ്രെഡ് മാത്രമല്ല, കുക്കീസ്, കട്ട്ലേറ്റ്, ലാർജ് സ്കെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ലേ? അതെ അതെ. അതിന് പ്രൊഡക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്? ഇപ്പോൾ ആ പറയുന്ന മെഷീൻ അതെന്ന് പറഞ്ഞാൽ 2,30,000 ഇപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് ആയിരുന്നു. അല്ല, മെഷീനിൻ്റെ കോസ്റ്റ്. ഗ്യാസിലും അതുപോലെ തന്നെ ഈ ഡീസലിലും വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു മെഷീനാണ്. അതെ അതെ.
ഗ്യാസ് അല്ലെങ്കിൽ ഡീസൽ അതാണ്. അപ്പോൾ ഈ ഹെവി ഇൻഡസ്ട്രിയൽ ബേക്കേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് ടൈപ്പ് മെഷീനറീസ് ഇവിടെ ഉണ്ട്. ഇതൊരു ബൺ പാക്കിംഗ് യൂണിറ്റിൻ്റെ ഒരു ചെറിയ മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ എക്സ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കര വലിയ ഒരു എക്സ്പോയാണ്. ഒരു 4 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ വലിയ സംരംഭകർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ടൈപ്പ് ഒരു എക്സ്പോയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബില്ല് സേവ് ചെയ്യാൻ തരത്തിലുള്ള ഏതോ ഒരു ടൈപ്പ് മെഷീൻ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എക്സ്പോയ്ക്ക് വന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. നമ്മൾ പല കടകളിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ പലവരുടെയും ഈ ക്യാപ്ചർ എടുക്കുന്നത്. പ്രത്യേകിച്ച് നല്ല തിരക്കുള്ള സമയമായതുകൊണ്ടും അവരുടെ ബിസിനസ് കിടക്കുന്നതുകൊണ്ടും അവരെ നമ്മൾ ശല്യപ്പെടുത്താതെ, പരമാവധി എങ്ങനെ ശല്യപ്പെടുത്താതെ വീഡിയോ എടുക്കണം എന്നാണ് നമ്മൾ നോക്കാറ്. ചില കടകളൊക്കെ നമ്മളോട് റിവ്യൂസിൽ പറയാറുണ്ട് പൊതുവെ, പക്ഷേ അതൊന്നും കാര്യമാക്കാറില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുറകിൽ പഴയ ടൈപ്പ് ഓഫ് ട്രാക്ടർ കാണാനിടയായി. എന്തായാലും ഈ സ്ലൈസർ മെഷീൻസൊക്കെയാണ്. ഓനിയൻ, ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, ക്യാബേജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ലൈസ് ചെയ്യുന്ന ടൈപ്പ് സ്ലൈസർ മെഷീനാണ്. വലിയ ഹോട്ടലുകളിലേക്ക്, 7 സ്റ്റാർ പ്രോപ്പർട്ടികളിലേക്കൊക്കെയാണ് ഇത് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ക്യാൻ സീലിംഗ് മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും ശ്രദ്ധിച്ച മറ്റൊരു മെഷീനാണിത്. അച്ചപ്പം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. അത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തുകൊണ്ടിരുന്ന വെച്ചാൽ കാലെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ അച്ചപ്പം മെഷീനിലാക്കി തുടങ്ങി. അപ്പോൾ ഈ കാണുന്ന എല്ലാ അച്ചപ്പങ്ങളും ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്, ഈ കമ്പനിയുടെ മെഷീൻ ഉപയോഗിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ തന്നെ വലിയ മെഷീനിന് 6 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വലിയ. ചെറിയ മെഷീനിന് നേർ പകുതി ആയിട്ട് വില കുറയും. വർക്കിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ചേംബറിൽ വന്ന് ഡിപ്പ് ചെയ്യുന്ന ചേംബറിൽ ഇവർ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ചേംബറിൽ ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നേരെ അത് ലിഫ്റ്റ് ചെയ്ത് തൊട്ടപ്പുറത്തെ ചേംബറിൽ ഓയിൽ, അതായത് എണ്ണ, തിളച്ച എണ്ണ ഉണ്ടാവും. ആ എണ്ണയിൽ ഡിപ്പ് ചെയ്ത് ഇത്രയോ പർട്ടിക്കുലർ സെക്കൻഡുകളും അത് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് അവർ ഈ അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഒരു 360 റൊട്ടേഷൻ ടൂളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നമ്മൾ ടെക്നിക്കലി പറയുമ്പോഴത്തേക്കും ഒരു സോളാർ ഇൻവേർട്ടർ കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഫോക്കസ് ചെയ്യുന്നത് ബാറ്ററി ചാർജിങ് ആയിരിക്കും. ബാറ്ററി ചാർജിങ് വൺസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇൻവേർട്ടർ ലൈൻ ഡയറക്റ്റ് സോളാറിലേക്ക് ഷിഫ്റ്റ് ആവും. സോളാറിൽ നിന്നായിരിക്കും ഇൻവേർട്ടർ ലൈനിലുള്ള എല്ലാ ഡിവൈസും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു സോളാർ ഫാനാണ്. 4 മണിക്കൂർ ഒറ്റ ചാർജിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പുള്ളൊരു സോളാർ ഫാൻ. ഒപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ പാനൽ ഉണ്ട് അതിനോട് കണ്ടിന്യൂറ്റി ആയിട്ട്. ഇതാണ് ആ പാനൽ. കണക്റ്റിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. ഇത് കണക്ട് ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു സൺഷെയ്ഡിൽ വെക്കുന്നു, ഫാൻ നല്ല അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 4 hours ലൈഫുണ്ട്. നമ്മൾ എക്സ്പോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെല്ലാവരും കൂടിയിട്ട് വണ്ടി കയറി. നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയ പർച്ചേസ് മാത്രമേ നടത്തിയുള്ളൂ. ഒരു ചെറിയൊരു സോഫ മേടിച്ചു. പിന്നെ പാലലുവ എന്ന് പറഞ്ഞ ഐറ്റം മേടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, അത് മേടിച്ച് കഴിച്ചു. പക്ഷേ ഈ എക്സ്പോ നമ്മൾ പോയി കാണുമ്പോഴത്തേക്ക് ഒരുപാട് പുതിയ ഐറ്റംസ് ഈ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ആണല്ലോ അവർ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗുണമുണ്ട് ഇതേപോലുള്ള എക്സ്പോകൾക്കൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും.